ഇച്ചിരി എണ്ണ തൊടാൻ പറഞ്ഞാൽ കേക്കില്ലല്ലോ. അമ്മയും കുമ്മയൊന്നുമില്ല, ഇവിടെ ഡാഡിയേ ഉള്ളൂ. അതെ, കൈൻ്റെ ഉള്ളിൽ ബുക്കൊക്കെ എടുത്തു വെച്ചോ. ഹോംവർക്ക് ചെയ്തില്ലേ? എപ്പോഴും പറയാൻ കളിയാ. സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ കാർട്ടൂൺ കണ്ടോണ്ടെങ്കിൽ ഇരുന്നോളൂ. ടീച്ചറിന്റെ കിട്ടുന്നൊക്കെ മേടിച്ചോ കേട്ടാ. ഹോംവർക്ക് നീ ചെയ്യണ്ട. ഒരു കാര്യം ചെയ്യും. എവിടെ ചീപ്പ് എന്തിയെ? ചീപ്പ് ടൈം ടേബിൾ നോക്കാനൊന്നും നിൽക്കണ്ട. എല്ലാ ബുക്കും ഞാൻ വാരി ഇതിൽ വെച്ചിട്ടുണ്ട്. സമയമില്ല അതാണ്. നല്ല കളിയാന്ന് കളിയാക്ക്. ഈ മുടി മൊത്തം കെട്ടാനുള്ളത് തോന്നുന്നത്. ഇച്ചിരി എണ്ണ തേച്ചെന്താ കുഴപ്പം ഇതിനകത്ത്? എണ്ണയെന്ന് പറയണോണ്ടല്ലോ അറിയാ. തള്ളക്ക് മോക്ക് എണ്ണ അലർജിയാ. യൂണിഫോം ഒക്കെ ഇവിടെ ഒരു കെട്ടങ്ങ് കെട്ടും കേട്ടാ. അത്രേ ഉള്ളൂ. മഴയാന്ന് എന്നെ കൊണ്ട് വയ്യ കേട്ടാ. കഴിച്ചിട്ട് ഈ കാൽത്തറയും കൈത്തറയൊക്കെ എടുത്താൽ കാണിക്കണം കേട്ടോ. യൂണിഫോം ഇത് തന്നെയല്ലോ, ഇതല്ലേ? ഉണങ്ങിയിട്ടില്ലളിയാ. തേച്ചാ മതിയെന്ന് വേഗം തേക്ക്. സമയമല്ല, നീ വെറുതെ പെട്ടെന്ന് കഴിച്ചാ കളിച്ചോണ്ടിരിക്കാതെ. ഇതൊന്നും തേക്കണ്ടേ? അതൊന്നും തേക്കണ്ട, അതൊക്കെ കിട്ടാ മതി. എത്ര സാധനം കഴിക്കുന്നത് മൊത്തം. വേണം കഴിച്ച് പോ. ഇത് വേമ്പാ. ഞാൻ മുട്ട വെച്ചിട്ടുണ്ട്, മുട്ട എടുത്ത് കഴിച്ചോണം കേട്ടോ. എന്താളിയാ? ആര് ഷോക്കടിച്ചാ? എന്നെ പൊന്നളിയാ, ഇത് കറണ്ട് അല്ലേ, വളരെ സൂക്ഷിച്ചൊക്കെ ചെയ്യണ്ടേ. കയ്യോട്ട് നീ വേഗം തേക്ക്, കുഴപ്പമൊന്നുമില്ല. നീ കണ്ണെഴുതണോ? കണ്ണൊന്നും എഴുതണ്ടല്ലേ? എന്തെന്നാണ് കാണുന്നത്? അത് മാറി ഇപ്പൊ പോവും. ബസ് വരാൻ സമയമായി. കളിച്ചോണ്ടിരിക്കാൻ ഇത് പൗഡർ ഇട്ടിട്ട് അങ്ങ് മാറ്റാം. അയ്യ ആകെ കരിയായെന്ന്. തുടച്ചേ ഇവിടെയൊക്കെ കരിയാക്കി വെച്ച് കണ്ണ് വ്യാഴോട് അടങ്ങിയിരിക്കല്ലേ. അതെ, നമുക്ക് തള്ള ശരിയാവുള്ളൂ കളിയാ. തള്ള ഒരിക്കലേ നമുക്ക് ശരിയാവുള്ളൂ. അവിടെ ആകുമ്പോ ഇടക്കിടക്ക് കുത്തു കൊടുക്കും നോക്ക്. അതൊക്കെ എടുത്തിട്ട് അമ്മയൊക്കെ പിന്നെ കാണാം, വൈകിട്ട് കാണാം. അമ്മ നീ കാണാത്ത വസ്തു ഒന്നും അല്ലല്ലോ. നിനക്ക് മീശ ഉണ്ടോടി? ഇവൾക്ക് മീശ ഉണ്ടോടാ? അതെ, മതി. അത് മതി. ഇതെടുത്ത് സോക്സൊക്കെ ഞാൻ മതി കളിയാ. അവിടെ ഫാഷൻ പരിപാടി ഒന്നും അല്ല. പൊട്ടൊക്കെ വെക്കാം. പൊട്ട് വേണം, പൊട്ട് അതൊക്കെ വെക്കാം. പെട്ടെന്ന് എടുത്തിട്ടേ. എന്റെ അളിയാ മതി, ഇങ്ങോട്ട് വിട്ടേ. വണ്ടി വിട്. അതെ, ബസ് ടിഫിൻ ബോക്സോ? അതൊക്കെ ഞാൻ അതിനുള്ളിൽ വെച്ച് ഒരെണ്ണം ആയപ്പോ ഇങ്ങനെ ഒരെണ്ണം കൂടെ ഒക്കെ ആയിപ്പോയാൽ എന്ത് ചെയ്യുമെന്നോ. പെട്ടെന്നാകട്ടെ. നിന്നെ തക്കളി അവിടെ നിക്ക്. വണ്ടി ഇപ്പൊ പോവന്ന്. നീ നോക്കണ്ട, നോക്കിയാ നീ നോക്കി നിന്ന് പോകും. ഇപ്പൊ കൊള്ളാം, കുഴപ്പമില്ല. ഇറങ്ങും. എന്ത് ഡയറി എടുത്തില്ലേ തക്കളി? നീ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടാണ്. എടി അവിടെ ഉണ്ടോ? ടേബിളിലുണ്ട്. അതെല്ലാം തള്ളിയിട്ട് അടിച്ചോ. ഇറങ്ങ. വാ. സമയമായി. ഭാഗ്യം, ബസ് വന്നില്ല കേട്ടോ. ബസ് പോയോന്ന് എന്റെ സംശയം. അല്ല, ഡ്രൈവർ ഇച്ചിരി വയസ്സായ ആളാ. പുള്ളിക്ക് കാല് പാടില്ലേ. എന്നാലും സ്കൂളിൽ പോകുന്ന സമയമില്ലേ? അതാണ്ട
ഏയ് നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത്? പിന്നെ ബസ് പോയി, എന്റെ മോള് കയറി പോയല്ലോ. നീ ആ സ്പ്രേ അടിക്കാൻ പോയതാ കുഴപ്പമായത്. പിന്നെ അല്ലാണ്ട് അവൾക്ക് സ്പ്രേ അടിക്കാണ്ട് പറ്റില്ല. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? എന്നാ പിന്നെ വല്ല ഓട്ടോറിക്ഷ കയറ്റി വിടാം. ആ ഓട്ടോറിക്ഷ ഇനിയിപ്പോൾ നീ കൊച്ചിനെ സ്കൂളിൽ വിട്ടില്ല എന്ന് പറഞ്ഞ് അവളുമാർ വന്നു കഴിഞ്ഞാൽ ഇന്ന് എന്ത് വില കൊടുത്ത് ഇന്ന് വിട്ടേ പറ്റും. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോണില്ലെന്ന്. എന്നെ പറഞ്ഞായിരിക്കും. ആ അവൾക്ക് അതങ്ങ് കോളാക്കി വെച്ചേക്കാ അവള്. എങ്ങനെ പോവും? ആ ഇല്ല നടത്തിയല്ലേ ഞാൻ കൊണ്ടുപോകും. ഓട്ടോയ്ക്ക് പോ. ആ അതേ വാസിൽ വരുന്നു. ഒരു കാര്യം ചെയ്യാം, അവന്റെ വെളിയിലേക്ക് അവനെ ഇവിടെ. അതെ അതെ അതെ. ആ നിർത്ത് അവിടെ പോണേ. എന്തേ വന്നില്ലേ? നീ കൊച്ചിനെ കയറ്റി ആദ്യം അവളെ സ്കൂളിൽ വിടും. അവളെ വണ്ടി പോയേ. അത് ശരി, അപ്പൊ നീ പറഞ്ഞില്ലേ? ഞാനിന്ന് വരില്ലടോ. ബാഗ് ഇവിടെ വെച്ചു. വേറെ ഒരുപാട് പരിപാടികളുണ്ട് ഇന്ന് വീട്ടിൽ. തക്കളി ആ മുട്ടയൊക്കെ മുഴുവനും കഴിക്കണം കേട്ടാ. എടാ നീ അവിടെ വിട്ടിട്ടേ ഒന്ന് ടീച്ചറിനോട് പറഞ്ഞേക്കണം കേട്ടോ. ബസ് പോയി. കാണാം, ടീച്ചറിനെ കാണാം. ആണാ? ഒന്നുമില്ല, ഒന്ന് പറഞ്ഞിട്ട് വന്ന് വിട്ടിട്ട് നീ പോയാൽ മതി. നീ ഉച്ചക്ക് വരുമോ? ഉച്ചക്ക് വരുമോ? ആ ഞാൻ ഉച്ചയ്ക്ക് വരും. നീ വിട്ടോ. പിടിച്ചിരുന്നാ? ഓ മതി. ഹോംവർക്ക് എഴുതാത്തതിന് ടീച്ചറിനോട് എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞോ? അങ്ങനെ ഫാസിലിനെ കൊണ്ട് എനിക്ക് ആദ്യമായിട്ടൊരു ഗുണമുണ്ടായി. അല്ല ഇനി ഇങ്ങനെ വെറുതെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്കിനി അടുത്ത പരിപാടി നോക്കണ്ടേ? ഓ ആദ്യം ഫുഡ് എന്തെങ്കിലും കഴിക്കാം, അത് കഴിഞ്ഞിട്ട് നോക്കാം ബാക്കി. എന്നാലും ഈ പെണ്ണുങ്ങളെ സമ്മതിക്കണം കേട്ടോ. പറയാതിരിക്കാൻ പറ്റും.